ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ ടൗണിൽ പോയി. ഇന്ന് മാത്രമല്ല കുറച്ച് ദിവസമായി ടൗണിൽ കഴിഞ്ഞാൽ പോണ്. എന്തിനാ വെച്ചാൽ പാൻറ്റ് തയ്ക്കാൻ കൊടുത്തത്. നമ്മളെ പാൻറ്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ മിഞ്ഞാത് തയ്ക്കാൻ കൊടുത്ത്. ഇന്നലെ പോയി നോക്കിയപ്പോൾ അത് കട അടച്ചിരിക്കണേ. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ, ഇന്നലെ പോയത് വൈകുന്നേരം ഉച്ചയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നുണ്ട്. ചിലപ്പോൾ കട തുറക്കുകയാണെങ്കിൽ തുറക്കാതിരിക്കൂല. കട തുറക്കുകയാണെങ്കിൽ ആ പാൻറ് എടുത്തിട്ട് വേണം എനിക്ക് തിരിച്ചു പറഞ്ഞു. പാൻറ് മുറിച്ച് മോനെ ഇന്നലെ പോയി നോക്കി. വണ്ടിക്കൂലി അമ്മയുടെ അടുത്ത് എങ്ങനെയൊക്കെ ചോദിച്ച് ഇന്നും പോയി നോക്കണം. ഇന്നും അധികം വണ്ടിക്കൂലിയൊന്നും ഇല്ല. ഞാൻ അവിടുന്ന് അച്ഛൻ്റെ അടുത്ത് 10 രൂപ അങ്ങനെ പോകണേ. ടൗണിലെത്തി ഒരാൾക്ക് 13 രൂപ, പിന്നെ തിരിച്ചു വരണമെങ്കിൽ 13, അങ്ങനെ 26 രൂപ കറക്റ്റ് ആക്കിയിട്ട് വേണം പോണെങ്കിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അയ്യോ ഇത്ര വേണ്ടായിരുന്നു, കുറച്ച് മെല്ലെ നടന്നാൽ മതിയായിരുന്നു. അയ്യോ വെയിലും പിന്നെ അയ്യോ. ഇനി നമുക്ക് എന്തായാലും ടൗണിൽ വെച്ച് കാണാം ഗൈസ്. നമ്മൾ ഇന്നലത്തെ 18 മണിയോടെ എത്തി. ഇനി ഇവിടെ കയറി പോയിട്ടേ ഇന്നലത്തെ പോലെ ആവോ എന്തോന്നും അറിയില്ല. സാധനം കിട്ടി. ഞാൻ കുറെ നേരം എന്നിട്ടോ മൂപ്പര് തയ്ച്ചിട്ടുണ്ടായില്ല. എന്നിട്ട് തയ്ക്കാൻ പറഞ്ഞിട്ട് തയ്പ്പിച്ചിട്ടുണ്ട്. മേലെ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറണം. ഇപ്പം എത്ര വട്ടം കുറേ നേരം അവിടെ നിന്നിട്ട് തയ്പ്പിച്ച് ഞാൻ നേരെ പോന്നു വീട്ടിലേക്ക്. ആവും എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, വിശക്കുണ്ട്, പക്ഷെ പൈസ ഇല്ല. ഞാൻ അവിടെ എന്തെങ്കിലും സാധനം കിട്ടി. ഞാൻ അവിടെ തയ്ച്ചില്ലായിരുന്നു ചങ്ങായി. ഇന്നലെ കോഴിക്കോട് എവിടെയോ മരണുണ്ട് പോലും. എന്നിട്ട് അവിടെ പോയതാ. എന്നിട്ട് ഞാൻ തയ്പ്പിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് തയ്പ്പിച്ച് വീട്ടിൽ പോയി ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ. വീട്ടിലെത്തിണ്ട് ഗൈസ്. നോക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാ മുട്ടിന്റെ ഒരു ഇത്രക്ക് ഇതൊക്കെ കളിക്കുന്ന സാധനം. ഞാൻ മൊബൈലിൽ ഇവിടെ വെച്ചിട്ടേ കാണിച്ചില്ല. ജിമ്മി കാലൊന്ന് മാറ്റിയാണെങ്കിൽ ഇവിടെ മൊബൈൽ വെക്കായിരുന്നു. അറിയില്ല, പോയി ഒന്ന് വീട്ടിലെത്തിയപ്പോണ്ടല്ലോ അടുത്തേക്കാളും മുട്ടിന്റെ ഉണ്ടല്ലോ, മുട്ടിന്റെ ഈ ബാക്ക് ഈ ഭാഗമായിട്ട് നല്ല വേദന, നടക്കുമ്പോ നല്ല വേദന. ഓ എന്താ അറിയില്ല. ജിമ്മി കടന്നുറങ്ങുക. അമ്മ വന്ന അപ്പൊ തന്നെയാണ് പാൽച്ചായ വെച്ചിട്ടുണ്ടല്ലോ. പാൽച്ചായ ഉണ്ട്, പിന്നെ അച്ചപ്പുണ്ട്, പാൽച്ചായ ഉണ്ട്. ജിമ്മി ഇവിടെ നോക്കിയാണ് പാഞ്ഞു. എന്നാ ഒരു പീസ് തിന്നു ജിമ്മേ. പിന്നെ അത് തന്നെ നല്ല കുട്ടി. കുറച്ച് ഞമ്മള് പുറത്തുനിന്ന് ചാടിക്കാൻ വേണ്ടി. ഇപ്പൊ അമ്മ അടിച്ചാരുണ്ട്, അകത്ത് അടിച്ചാരി ഇവിടെ എത്തുമ്പോ എവിടെയല്ലേ പോയി കാണും. അകത്ത് TV-ല് പൈസ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലെ മെയിനായിട്ട് TV-ല് പൈസ കഴിഞ്ഞാ, ഇന്ന് കയറ്റി വന്നു പൈസ. അമ്മ TV-ല് പൈസ ആയിട്ട് TV-ലൊക്കെ പൈസ ആയിട്ട് ഗൈസ്. ഫുള്ള് TV. വൈകുന്നേരം ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട്. പിന്നെ ഞങ്ങളെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കിളി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ബുൾബുൾ എന്ന് പറയാം ഈ കിളീൻ്റെ പേര്. ബുൾബുൾ എന്ന കിളീൻ്റെ പേര്. അത് മറ്റേ അതിൻ്റെ ചോട് ഭാഗത്ത് ചുവപ്പ് കളറും, പിന്നെ അതിൻ്റെ 2 തലയെല്ലാം ഉണ്ട്. ഒന്ന് മുടി സ്പൈക്കാക്കി വെച്ച പോലെ ഉണ്ട്. അത് എന്ത് രസമായി കാണാൻ. ഞാനതിനെ കയ്യിലൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അത് ഇത്രയല്ല കാപ്പി അടിച്ച് ഇത്ര അടുത്ത് വരും. ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് പറന്നു പോവുകയും ചെയ്യും. ഈ ടൈമിൽ ചെറിയ തണുപ്പുണ്ട്, പിന്നെ കിളികളെ സൗണ്ട്, പിന്നെ ഇങ്ങനെ പുറത്തേക്കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, തണുത്ത കാറ്റ് ഇങ്ങനെ പുറത്തേക്കും കൈക്കൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ എന്താ പറയുക, ഒരു ഈവനിങ് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പൂച്ചയൊക്കെ ഫുള്ള് നടക്കുന്നതിന് പൂച്ചയൊക്കെ. കിളികളെ സൗണ്ടൊക്കെ അക്കരേന്ന് ഇക്കരേന്നൊക്കെ ഇങ്ങനെയൊക്കെ എന്ത് രസം അറിയോ അതൊക്കെ. ഓ കിളീൻ്റെ സൗണ്ട് തെങ്ങിൻ തോട്ടത്തിൽ നിന്നും, പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുള്ള് കിളീൻ്റെ സൗണ്ടാണ്. ഇവിടെ ഏണിയുണ്ടല്ലോ, വാർപ്പിന് മേലേക്കൊന്ന് കയറാം. ഇതല്ലേ ഏണിയില്ലേ. പിന്നെ വൈകുന്നേരമായി. അമ്മ ഞാൻ ഇപ്പം ഇറങ്ങും.
ഞാൻ നേരത്തെ പറഞ്ഞ ബുൾബുൾ എന്ന് പറഞ്ഞ കിളിയില്ലേ, ആ കിളീൻ്റെ സൗണ്ട് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചത്. ഇത് ഇവിടെ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട്, ഇവിടെ നല്ലൊരു സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. ഈ നേരം ടൈമായുണ്ടല്ലോ, ഞാൻ വീടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കും. നിങ്ങൾ മൊബൈലിൽ തന്നെ കളിച്ചിരിക്കാതെ വീടിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് വൈകുന്നേരം ടൈമായി ഇറങ്ങി നോക്കും. ഒരു 5 മണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വീടിൻ്റെ പുറത്ത് തന്നെ ഇറങ്ങി നോക്കും. മരം ടൗണിലുള്ളവരല്ല, ഇതേപോലെ ഉൾക്കാട്ട് വെച്ചാൽ ഉൾപ്രദേശത്ത് വീടുള്ള ആൾക്കാരെ വീടിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവും. 2-3 മരങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ കിളി വരാൻ ചാൻസ്, കിളി വരികയായിരിക്കും, ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ചുറ്റടുത്ത് ഫുള്ള് മരം കൊണ്ടുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങിയ ഫുള്ള് കിളീൻ്റെ സൗണ്ടാണ്. പുറത്തേക്ക് ഈവനിങ് ടൈമിൽ ഇറങ്ങിയാണല്ലോ കിളീൻ്റെ സൗണ്ടാണ് മൊത്തം. എന്ത് രസമായി പുറത്തേക്ക് ഇറങ്ങിയാൽ. എനിക്ക് ടെൻറ്റ് വെച്ചിട്ട് ഇവിടെ വെക്കണുണ്ടായിരുന്നു, പക്ഷേ നടക്കും തോന്നില്ല. എന്തായാലും എനിക്ക് നടത്തണം, ഞാൻ കുറേ നടത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലേക്ക് ഞാൻ നടത്തും, അത് ഉറപ്പാണ്. എനിക്ക് അധികം ആഗ്രഹം, ഓവർ ആഗ്രഹമൊന്നുമില്ല. ഇവിടെ ഒരു ടെൻറ്റ് അടിച്ച് വീടിൻ്റെ മണ്ടയിൽ, വീടിൻ്റെ മേളിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് എനിക്ക് അത്ര വലിയ ആഗ്രഹമില്ല. എന്നാലും ഒരു എന്താ വെച്ചാൽ ഇപ്പോഴാണ് വല്ല സെറ്റായത്. എന്താ വെച്ചാൽ കിളീൻ്റെ സൗണ്ടും ഒരു ഈവനിങ്ങും പിന്നെ അമ്പലത്തിൽ ഭക്തിഗാനം നിങ്ങളൊക്കെ കേട്ട് നോക്കി. ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് കാണിക്കാം. ഇവിടെ നിന്ന് സമയം പോകണ അറിയണില്ല. കുറച്ചടി അധികം ടൈമല്ല, ഒരിത്തിരി ടൈം ആയിക്കണേ. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ. ഇനി അധികം നേരം ഇതിൻ്റെ മേലെ നിൽക്കണില്ല. ഞാൻ മെല്ലെ എണീക്കൂടെ മെല്ലെ ഇറങ്ങട്ടെ. ചോറയ്ക്കാൻ ടൈമായി ഗൈസ്. ഒരു 7 മണിക്ക് ഞാൻ ചോറ് കഴിക്കും. അതിന് ചോറ് കഴിക്കാൻ ടൈമായിട്ടുണ്ട്. ഇവിടെ സോയാബീൻ ഉണ്ട്, പിന്നെ ഏലക്കറി ഉണ്ട്, പിന്നെ ചോറും. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഒന്ന് ഞാൻ ചോറ് കഴിച്ചിട്ടേ ഞാനിപ്പോ വരാം കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗൈസ്, ഇത് 7 മണി കഴിഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങും. പിന്നെ 7 മണി കഴിഞ്ഞ് ഞാൻ അപ്പൊ തന്നെ കറി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി തിന്നു കേട്ടോ. നമ്മളെ ജിമ്മിക്കുട്ടന് രാത്രി ചോറ് കൊടുക്കുക. രാത്രി ഒരു 9 മണി കഴിഞ്ഞിട്ടാ ജിമ്മിക്ക് ഫുഡുള്ളൂ. പിന്നെ എനിക്ക് 7 മണി കഴിഞ്ഞിട്ട് ഫുഡ്. ഇവര് 8 മണി കഴിയും. 9 മണിയൊക്കെ ഇവര് അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കഴിക്കാൻ തുടങ്ങുന്നത് 9 മണിയൊക്കെ ആവും. ഞാൻ നേരത്തെ 7 മണി കഴിഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങും. ഞാൻ തിന്നു 7 മണി കഴിഞ്ഞാല്. എന്നെ ഡെയിലി ടൈം ടേബിൾ പോലെ എന്താ അറിയില്ല, ഡെയിലി 7 മണി കഴിഞ്ഞാൽ അപ്പം എനിക്ക് വിശക്കാൻ തുടങ്ങും. അതങ്ങനത്തെ സാധനം. ഇന്ന് ഈ റൂമിലേക്ക് ചിലപ്പോൾ ഉറങ്ങാ. മേലെ ചെക്ക ഇത്രയായിട്ട് വന്നില്ല. ഇന്ന് അത് വരികയാണെങ്കിൽ ഈ റൂമിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അടുത്ത റൂമിൽ എൻ്റെ റൂമിൽ പോയി കിടക്കും. ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല തണുപ്പ്, രാത്രി നല്ല തണുപ്പാണെങ്കിൽ ഈ 2 വകുപ്പില്ലേ, ഈ 2 വകുപ്പും കൂടാതെ അവിടുന്ന് ഞാൻ മറ്റേ ചുവപ്പ് വകുപ്പ് എടുത്തിട്ട് 3 ഒറ്റയ്ക്കിട്ട് കിടക്കും. പിന്നെ രാവിലെ ആവുണ്ടാവും മറ്റേ എന്താ പറയാ, ഉണങ്ങിയ വടി പോലെ കിടക്കണ്ടാവാന്, ചൂടാവും. പിന്നെ വെന്തോലെ അങ്ങനെയൊക്കെ കിടന്നാല് നോക്കണ്ടത് ഭയങ്കര തണുപ്പാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. 2 കൈയും പിന്നെ ഈ 2 കാലും ഭയങ്കര തണുപ്പ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. എങ്ങോട്ട് പോയാലും ഭയങ്കര തണുപ്പ് കൈയും കാലും. പിന്നെ ജലദോഷം ഉണ്ട് മക്കളെ. ജലദോഷം എപ്പോൾ തുടങ്ങിയ ജലദോഷം ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വന്നിട്ട് പോവും, പിന്നെ ഇടയ്ക്ക് നിർത്താതെ വരും, പിന്നെ വരും, പിന്നെയും പോവും, പിന്നെയും പോവും. എന്ത് ജലദോഷം അറിയോ? ഇത് രാത്രി ആകുമ്പോൾ വരുമല്ലോ നോട്ടെ. നമുക്കറിയില്ല ഇന്ന് എവിടെ കിടക്കാന്ന് എനിക്കും ഉറപ്പില്ല കേട്ടോ. ആച്ചക്ക വന്നില്ല ഗൈസ്, ആച്ചക്ക വന്നില്ല. അന്ന് എന്താ അറിയില്ല, ആച്ചക്ക റീലും കണ്ടിരിക്കുക അവിടെ മേലെ വീട്ടില്. ഞാൻ വിളിച്ചു നോക്കി, അപ്പൊ റീലും കണ്ടിരിക്കുകയാന്ന്. ഇന്ന് ഞാൻ തന്നെ ഈ റൂമിൽ ഒറ്റയ്ക്കാണ് ഗൈസ്. അമ്മയുടെ അടുത്ത് ഞാനടുത്ത് ചോദിച്ചോളൂ, ഞാൻ കൊലറയിൽ അടക്കണേന്ന് പറഞ്ഞേ. അമ്മ ഒരു കടക്കണ്ട കുറേ പറഞ്ഞു. ഞാൻ കുറേ കടക്കാം, പിന്നെ രാവിലെ നേരത്തെ എണീക്കാന്ന് പറഞ്ഞ് ഞാൻ ഈ റൂമിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ആ വകുപ്പ് എടുക്കണ്ട, ഈ 2 വകുപ്പ് തന്നെ മതി. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ചൂറിണ്ട് മൂടി കടക്കാം ഒറ്റയ്ക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നില്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് ആളെ കാണാം. ടാറ്റാ.